ഈ അബൂദറിന്റെ പേര് പറയും നബിയേ, VVIP ആണ് നബിയേ, VVIP ആണ് നബിയേ. ഈ അബൂദറാണ് നബി തങ്ങളോട് ചോദിക്കുന്നത്, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ യാ റസൂലല്ലാഹ്. നബിയുടെ മറുപടി ഈ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നന്നാകണോ വാപ്പാ, നന്നാകണോ വാപ്പാ. മക്കളെ, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? അതാ ഭീമാ പള്ളിയിലെ ചെറുപ്പക്കാര് പറയും, എനിക്ക് വല്ലാത്ത ചങ്കൂറ്റമാ സിറാജേ, ഏത് പാതിരാത്രി വേണമെങ്കിലും ഞാൻ ഏത് സ്ഥലത്തുകൂടെയും ഒറ്റയ്ക്ക് നടന്നു പോകാൻ ധൈര്യമുള്ളവരാ. എനിക്ക് യക്ഷിയെ പേടിയില്ല, എനിക്ക് ഒരുത്തരെയും പേടിയില്ല. ഏതു പാതിരാത്രിയും ഞാൻ ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന പെരുമ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട്, മോനെ പാതിരാത്രി 12 മണിക്കും 1 മണിക്കുമെന്ന് പോകണ്ടടാ. നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോ നിനക്ക് സമയം കിട്ടിയ ഭീമാ പള്ളിയുടെ കബർസാരിലൊന്ന് പോകണേ മോനെ. കബറ് നേരത്തെ കുഴിച്ചിട്ടുണ്ടല്ലോ. ഈ കാണുന്ന ഭീമാ പള്ളിയുടെ കബർസാനിൽ നാളെ ഒരു 11 മണിക്ക് ഒറ്റയ്ക്ക് ചെന്നിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്ന കബറിന്റെ മുകളിൽ നിന്ന് എല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ട് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ പകല് 11 മണിക്ക് ഈ കാണുന്ന ഭീമാ പള്ളിയുടെ കബർസാനിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാനുള്ള ചങ്കൂറ്റം ഏത് ചെറുപ്പക്കാരനാടാ? ഏത് ചെറുപ്പക്കാരനാടാ? മോനെ, കണ്ണ് നിറയാതെ, കൈകാലുകൾ വിറയ്ക്കാതെ, ഹൃദയമൊന്ന് പിടയ്ക്കാതെ കബറിനകത്ത് ഇറങ്ങിയിരിക്കാതെ നിനക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? ഇല്ലടാ മോനെ. ഏത് ചങ്കൂറ്റമുള്ളവനും പതറിപ്പോകുമടാ. കാരണം കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണമെന്നാണ്. കബറ് കണ്ടാ കരയണമെന്നാ. കബറ് കണ്ടാ കരയണമെന്നാ. ചെറുപ്പക്കാരാ, ഇറങ്ങല്ലേടാ മോനെ, കബറിനകത്ത് ഇറങ്ങല്ലേ. ചിലപ്പോ നിന്നെ അതിനകത്തിട്ട് മൂടേണ്ടി വരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അതിനുള്ള ധൈര്യമൊന്നും കാണില്ല. നീ കബറിന്റെ മുകളിൽ നിന്നിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്ന കുടിയിലേക്കൊന്ന് നോക്കുമോനെ, കബർസാനിലേക്കൊന്ന് നോക്കുമോനെ. ഭീമാ പള്ളി വിറപ്പിച്ച ഒരുപാട് പേരവിടെ കിടക്കുന്നുണ്ടടാ. ഈ നാട്ടിലെ കൊലകൊമ്പന്മാര്, കോടീശ്വരന്മാര്, ഗുണ്ടകള്, ഈ നാട് വിറപ്പിച്ച എത്രയോ കൊലകൊമ്പന്മാര് ഭീമാ പള്ളിയുടെ മണ്ണിനടിയിൽ കിടക്കുന്നടാ. അവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന ചെടി നിന്നെ നോക്കിയിട്ട് ചിരിക്കുകയാ. ആ കബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അത് ചിരിക്കുകയാ. പറയുന്നത് എന്തെന്നറിയോ? എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്താണ്, അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെളിഞ്ഞു നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് കബറിലേക്ക് നോക്കടാ. കബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും വന്നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്. കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. നിബിധങ്ങൾ പറഞ്ഞാകുമടോ, ഏത് ദുശീലവും മാറുമടോ. എന്റെ ഭീമാ പള്ളിയിൽ വയലുകൾ കാമെന്ന ഉമ്മ